ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലിവയിലൊക്കെ പോയി തിരിച്ച് വന്നു. വെക്കേഷൻ ഡേ ഓൾമോസ്റ്റ് കഴിയാറായി. പിറ്റേ ദിവസം ന്യൂ ഇയർ ആണ്. അപ്പോൾ ലിവക്ക് പോയി വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്ത് തൊട്ടാലും അതിൻ്റെ അകത്ത് മണ്ണായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നുള്ള അത്യാവശ്യം ഓൾമോസ്റ്റ് മണ്ണും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. നമ്മൾ ഗ്രില്ല് ചെയ്ത പാത്രങ്ങൾ, കൊണ്ടുപോയ സാധനങ്ങൾ, കളയാനുള്ള സംഭവങ്ങൾ, അങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനും ഡ്രസ്സ് വാഷ് ചെയ്യാനും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മൂപ്പൻസ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗ്രാൻഡിൽ നിന്നാണ് സ്ഥിരം സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പുതിയൊരു മാള് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അധികം ആരും അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിട്ടില്ല. അവിടെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടാനുണ്ട്. മാത്രമല്ല അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഒക്കെ തരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നത്തലാണ്. നമ്മുടെ തിരക്ക് കൂടുന്നതനുസരിച്ച് ചില ഷോപ്പുകളിൽ നത്തലൊന്നും നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നല്ല ഫ്രഷ് ഫിഷും ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നിട്ട് ഈ ഒരു മീൻ വാങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കണ്ടപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഈ ഒരു മീനിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല ഫ്രഷാണ് അവിടുത്തെ ഫിഷൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പരീക്ഷണം പോലെ ഒന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. 1 കിലോ ഒരു 22-24 ദിർഹംസ് ഉണ്ട്. അങ്ങനെ ഞാൻ 1 കിലോ വാങ്ങി കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം കറി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ രീതിയിലൊക്കെ കറി വെക്കണമെന്ന് വിചാരിച്ചാലും എൻ്റെ ഫേവറേറ്റ് എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ. അതിപ്പോൾ ഏത് ഫിഷ് കിട്ടിയാലും ഞാൻ എങ്ങനെയാണ് വെക്കാറ്. പിന്നെ ചെമ്മീനും മാങ്ങയും കറി വെക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്. അല്ലെങ്കിൽ കൂടുതലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി വെക്കാറ്. വെക്കേഷൻ ആണെങ്കിലും ഹാസിമിന് പ്ലേ സ്കൂളുണ്ട്. അപ്പോൾ വെക്കേഷന് ഞാനൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹംദാനാണ് ആക്കുന്നതെങ്കിൽ ഹാറൂൻ വിളിച്ചിട്ട് വരണം, ഹാറൂനാണ് ആക്കുന്നതെങ്കിൽ ഹംദാൻ വിളിച്ചിട്ട് വരണം. അപ്പോൾ ഇന്ന് ആക്കുന്നത് ഹംദാനാണ് കേട്ടോ. അപ്പോൾ ഇവരെന്തായാലും വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഹാസിമിൻ്റെ ഡ്യൂട്ടി ഞാൻ എന്തായാലും 2 പേർക്കുമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നടക്കാറുണ്ട് പ്ലേ സ്കൂളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേരെയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. അങ്ങനെ മാന്തൽ നല്ല അടിപൊളിയായിരുന്നു, നല്ല സക്സസ് ആയിരുന്നു. പക്ഷേ ഹാറൂനും ഹാസിമിനും കഴിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഭയങ്കര മുള്ളൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ള 3 പേര് എന്തായാലും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ഫ്രഷും ആയിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ന്യൂ ഇയറും പരിപാടികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസത്തെ രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഓൾറെഡി പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റിസോർട്ട് എടുത്ത് നിൽക്കലും പരിപാടികളൊക്കെയാണ് എല്ലാ വർഷവും പ്ലാൻ ചെയ്യാറ്. പക്ഷേ ഈ തവണ ലിവയിൽ പോയി വന്നതുകൊണ്ട് തന്നെ നമ്മൾ റെസ്റ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോകണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥലത്തും ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാനും പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടവുമായിരിക്കും. അങ്ങനെ അവസാനം എവിടെയെങ്കിലും പോയി ഡിന്നർ കഴിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അതിലാണ് അവസാനിച്ചത്. പക്ഷെ എവിടെ നോക്കിയിട്ടും ഫുള്ള് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടവും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ക്ലബ്ബ് കിട്ടി. ജുമേരയിലാണ്, ബെയ്റൂൺ ബേത്തേഴ്സ് ക്ലബ്ബ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ നമ്മൾ ഡിന്നർ ബുക്ക് ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു ഇഷ നിസ്കരിച്ച ആ ഒരു സമയത്ത് ഞങ്ങൾ ഇറങ്ങി. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. 8 മണിയോടുകൂടി ദുബായിലെ വലിയ റോഡുകളെല്ലാം ക്ലോസ് ചെയ്യും. കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് കിട്ടുമോ, എന്തായിരിക്കും അവസ്ഥ, എത്ര മണിക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബ്ലോക്കും കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ എത്തി. അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ സ്ഥലവും കാര്യങ്ങളൊക്കെ. അതൊരു റിസോർട്ടാണ്. നമുക്ക് രാത്രി വേണമെങ്കിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം, ഡിന്നർ കഴിച്ചിട്ട് പോകണമെങ്കിൽ പോവാം. അങ്ങനത്തെ ഒരു രീതിയിലാണ് സംഭവം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഡിന്നറുണ്ട്, അതേപോലെ ബീച്ച് സൈഡാണ്. നമുക്ക് 3 സ്ഥലത്തെ ഫയർ വർക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. നമ്മളുടെ ബുർജ് ഖലീഫയിലെ, അതേപോലെ ബുർജിൽ അറബ്, പിന്നെ അറ്റ്ലാന്റിസിലെ, അങ്ങനെ 3 ഫയർ വർക്ക്സ് ഒരുമിച്ച് കാണാൻ പറ്റുമെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഓരോ ടേബിളും ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ടേബിളാണ് ബുക്ക് ചെയ്തത്. കാരണം പൂൾ സൈഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഹാസിമിനെ കൊണ്ട് റിസ്ക് ആണ്.
അങ്ങനെ ബീച്ച് സൈഡാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അവിടെ DJ-യും പാട്ടും പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ പ്രോഗ്രാമുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും വലിയൊരു ഫൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻസിനെ പോലും കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഫുള്ള് യൂറോപ്യൻസ് ആയിരുന്നു. ഫുള്ള് യൂറോപ്യൻസിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, മല്ലൂസായിട്ട്. അങ്ങനെ നല്ല ഡിന്നറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ബൊഫേ ആയിരുന്നു. പിള്ളേർക്ക് കുറച്ച് ഫുഡുകൾ ഡൈജസ്റ്റ് ആവാത്ത പോലെ തോന്നി. കാരണം ഹാഫ് കുക്ക്ഡ് ആണ് കൂടുതലും. ഈ തായ് സ്റ്റൈല്, അതേപോലെ ഫിലിപ്പൈൻ സ്റ്റൈല് ഫുഡുകളുണ്ടല്ലോ, പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള സീ ഫുഡുകൾ. ലോബ്സ്റ്ററൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു 11:45 കൂടി എല്ലാവരും ബീച്ച് സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം നമ്മുടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറായി. ആ സമയത്ത് ബീച്ച് സൈഡുള്ളൊരു ക്രൗഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു അറ്റത്ത് നിന്ന് ഒരറ്റം വരെ നിറച്ച ആളുകളായിരുന്നു. അങ്ങനെ അതേ ന്യൂ ഇയർ ആയി. ബുർജ് ഖലീഫ, ബുർജുൽ അറബിൻ്റെയാണ് ഈ കാണുന്നത്. ബുർജ് ഖലീഫ അത്ര ക്ലിയർ ഒന്നും ആയിരുന്നില്ല, കുറച്ച് ലോങ് ആയിരുന്നു. പിന്നെ അറ്റ്ലാന്റിസിൻ്റെ സൈഡിലുള്ളതായിരുന്നു. മൂന്ന് ടൈപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ ഒരു സൈഡിലായിരുന്നു അറ്റ്ലാന്റിസിൻ്റെ വരുന്നത് കേട്ടോ. ആളുകളുടെ ക്രൗഡാണ് ഒരു രക്ഷയില്ലാത്തത്. പിന്നെ യൂറോപ്യൻസ് ആണല്ലോ ഭയങ്കര ന്യൂ ഇയർ ആഘോഷം. നമ്മളിത് കാണുക, ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴത്തേനും പിള്ളേർക്ക് എന്തായാലും വീട്ടിൽ പോകണം. അവരിതൊന്നും എൻജോയ് ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മളൊന്നും ചെറുപ്പത്തിലെ സത്യം പറഞ്ഞാൽ എറണാകുളം പോലും മര്യാദക്ക് കാണാത്ത ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ തന്നെയായിരിക്കും കൂടുതലും 90s ആളുകൾ. നല്ല ഭക്ഷണം, നല്ല ഡ്രസ്സ്, അതേപോലെ നല്ല നല്ല സ്ഥലങ്ങൾ, ഇതൊന്നും നമ്മൾ കുഞ്ഞിലെ ആഗ്രഹിച്ചതാണ് നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മക്കളുടെ കേസിൽ വരുമ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചറിഞ്ഞ് വളർന്നു വരുന്ന മക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് കൊടുത്താലും അവരത് എൻജോയ് ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം പോലും അവരതിൽ ഹാപ്പി അല്ല എന്ന് തോന്നാറുണ്ട്. പിള്ളേർക്ക് അപ്പോഴത്തേനും ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ എന്നുള്ളൊരു മട്ടായിരുന്നു കേട്ടോ അവർക്ക്. ഹംദാൻ എത്രയും വേഗം വീട്ടിൽ പോകണം, ഹാറൂന് ഉറക്കം വരുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അങ്ങനെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം ഒരു 7 മണി തുടങ്ങി ഡിന്നർ ഒക്കെ ആയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം അവിടെ മലയാളീസോ ഈവൻ ഇന്ത്യൻസിനെ പോലും കാണാൻ പറ്റിയില്ല. ഫുള്ള് യൂറോപ്യൻസ് ആയിരുന്നു. അതിൻ്റെ നടുക്ക് ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി ബ്ലോക്കൊക്കെ കിട്ടി വെളുപ്പിനെ വീട്ടിലെത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചെങ്കിലും നമുക്ക് ഒരുപാട് ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്താണെന്ന് അറിയില്ല, റോഡൊക്കെ അത്യാവശ്യം കാലിയായിരുന്നു. ഒരു 1:30 മണിയോടുകൂടി തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ പിറ്റേ ദിവസം ജനുവരി 1 ഞങ്ങൾക്കൊരു ലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയുടെ ഫാമിലിയിൽ കസിൻസ് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് കൂടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ആസ് യൂഷ്വൽ 1:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ ലേഡീസൊക്കെ ദേ കഴിച്ച് അതിന് ശേഷം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അവിടുന്ന് ടിരാമിസും ഉണ്ടായിരുന്നു. ഞാനൊരു ചീസ് കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെ ജനുവരി 1 ഞങ്ങളൊന്ന് ചെറിയൊരു ഗ്യാതറിങ് സന്തോഷമായിട്ട് കൂടി തിരിച്ചു പോന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇനി 2-3 ദിവസവും കൂടി ഉള്ളൂ ക്ലാസ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാറ്റർഡേ സൺഡേയിലുള്ള വീഡിയോസാണ് കേട്ടോ. നമ്മളുടെ ചെടികളെല്ലാം സെക്യൂരിറ്റി വന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി വെക്കേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബാൽക്കണിയുടെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ അതേ പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന കാണുമ്പോൾ സങ്കടമാണ്. മുകളിലിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു പൂക്കളൊക്കെ ആയിട്ട്. ഹാസിം എന്താണെന്ന് അറിയില്ല, മണ്ണിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും കളിക്കണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആയുസോടുകൂടി തന്നെ എല്ലാം നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാം എന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതേ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ കടയും കുറച്ച് ബ്രൊക്കോളിയും പൊട്ടറ്റോ, അതേപോലെ മഷ്റൂം, ക്യാപ്സിക്കം എല്ലാം ഉണ്ടായിരുന്നു.
അപ്പോൾ അത് വെജിറ്റബിൾ സ്റ്റീമറിൽ കറക്റ്റ് ഒരു 5 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് പാഴ്സലിയോ അല്ലെങ്കിൽ ഒറിഗാനോ നമുക്ക് ഏത് വേണമെങ്കിലും ഹെർബ്സ് ഏതെങ്കിലും ഡ്രൈഡ് ആഡ് ചെയ്യാം. നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ മാങ്ങയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച കറി, അതേപോലെ വഴുതനങ്ങ ഫ്രൈ, പിന്നെ മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. വഴുതനങ്ങ ഫ്രൈ ഒരു സ്പെഷ്യൽ വഴുതനയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കൊരു പരിപാടി ഉണ്ട്. ഇന്ന് സർവമായ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒന്ന് വന്നതാണ്. ദേരയിൽ അൽഖുറൈർ സെൻറ്റർ മാളിലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മാളിൽ വരുന്നത്. സിനിമ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അതിമനോഹരമായിരുന്നു കേട്ടോ. നല്ലൊരു മൂവിയായിരുന്നു, ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, അതേപോലെ കുറച്ച് ഇമോഷണലും ആയിരുന്നു. ഇറങ്ങിയപ്പോൾ ആ ഒരു സിനിമയും മനസ്സിലുണ്ടായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കണ്ട് എൻ്റെ തൊട്ടടുത്തുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഞങ്ങൾ 2-3 ടൈപ്പ് നൂഡിൽസ്, അതേപോലെ ഒരു സൂപ്പ്, പിന്നെ സുഷി, അങ്ങനെ 2-3 ചൈനീസ് ഫുഡുകളൊക്കെ പറഞ്ഞു. എല്ലാം അടിപൊളിയായിരുന്നു. ഒരെണ്ണം മാത്രം കുറച്ച് സ്പൈസി ആയിരുന്നു, ബാക്കിയെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ക്വാണ്ടിറ്റി ആയിരിക്കും ഫുഡ്. അത്യാവശ്യം ഫുഡ് ഉണ്ടായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഞങ്ങളിതേ വീട്ടിലേക്ക് പോന്നു. നമ്മുടെ ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറും ഒക്കെ അങ്ങനെ എൻഡായി. എന്താ പറയുക, സ്കൂളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ഡെയിലി റൂട്ടീനിലേക്ക് മാറാൻ പോവാണ്. പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഈ തവണ 1 മാസത്തോളം അവധി കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര മടിയാണ്. അയ്യോ സ്കൂളിൽ പോകണമല്ലോ എന്നൊരു ഒരാഴ്ച മുമ്പേ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂ ഇയർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.